പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാസൃഷ്ടി. ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാര്യങ്ങളായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും വീട്ടിലൊരു പ്ലാന്റും കാര്യങ്ങളും എല്ലാം നട്ടുവയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് തോന്നുന്ന ഒരു വർക്കാണ്. കാരണം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രത്തിനെ അനുകരിച്ച് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മണി പ്ലാന്റാണ് നട്ടുവച്ചത്. കാരണം ഇച്ചിരി മണ്ണെല്ലായിട്ട് നട്ടുവയ്ക്കാമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും കുറേയധികം മണി പ്ലാന്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മണി പ്ലാന്റ് നട്ടുവെച്ചത്. കാരണം അത്യാവശ്യം നല്ല റേഞ്ചിൽ നമ്മളതിൽ ചെടിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് ബോട്ടിലെന്ന് പറയുന്ന ജ്യൂസും കാര്യങ്ങളും വെള്ളം അങ്ങനെയുള്ള തുടങ്ങിയ പല സാധനങ്ങളും മേടിച്ചിട്ട് നമ്മളെടുത്ത് വേസ്റ്റ് കളയുന്നതിനേക്കാളും വളരെ രസകരമായിട്ട് ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനും മുതിർന്നവർക്കും ഇതൊരു കലാസൃഷ്ടിയായിട്ട് മാറ്റിയെടുക്കാൻ പുറമേ നിന്നുള്ളവർക്കും കൂടുതൽ കൗതുകകരവും അവരെ വീടുകളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ എടുത്ത് കളയരുത്. ഇതുപോലെയുള്ള കലാസൃഷ്ടികളും കാര്യങ്ങളും നിങ്ങളും ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. പ്രകൃതിയെ സംരക്ഷിക്കുക.